ഒട്ടും കയ്പില്ലാത്ത നല്ല പാവയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 ചെറിയ പാവയ്ക്കയാണ്, അതായത് കൈപ്പക്ക എടുത്തിട്ടുണ്ട്. അത് ഈ രീതിയിൽ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. വാഷ് ചെയ്തതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പ് അല്പം കൂടുതൽ ഇട്ട് കൊടുക്കണം. നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ചതിന് ശേഷം പിഴിഞ്ഞ് കളയാനുള്ളതാണ്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. കൂടുതൽ സമയം വെക്കാൻ പറ്റിയാൽ കൂടുതൽ നല്ലത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായി പിഴിഞ്ഞെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ജ്യൂസ് നന്നായി പിഴിഞ്ഞ് കളഞ്ഞാലാണ് നമുക്ക് ആ കയ്പ്പ് കുറഞ്ഞു കിട്ടുന്നത്. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കണം. അതിനായിട്ട് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുവിധം വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്താണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇത് ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ്, അതൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതൊരു 3 പച്ചമുളക്, അതും ഒന്ന് നടുവേ കീറിയിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഒരു 2 ചെറിയ സവാളയാണ്, അത് ഈ രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയിൽ ഞാൻ ഉപ്പിട്ട് പിഴിഞ്ഞെടുത്തത് കൊണ്ടാണ് അതിൽ ഉപ്പ് ചേർക്കാതിരുന്നത്. ഇനി സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്കൊരു 10 മിനിറ്റ് കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ. നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്